ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റാംബോച്ചൻ. ഇവനെയാണ് നമ്മൾ ആദ്യമായിട്ട് വളർത്തി തുടങ്ങിയത്. ഭയങ്കര സ്നേഹമാണ് ഇവന്. നമ്മുടെ തക്കട് വാവയാണ് കേട്ടോ. എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങി കിട്ടും. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് പുള്ളി വീട്ടിൽ നിൽക്കുന്നില്ല. എവിടെയോ ഏതോ ഒരു പെങ്കൊച്ചിനെ സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് തോന്നണത്. ഇപ്പോൾ രാത്രി വരും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വരും, പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയേക്കും. എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത് കേട്ടോ. അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനും മോളും കൂടെ പച്ചക്കറിയൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയതാണേ. അപ്പോഴേക്കും പയറൊക്കെ ഇഷ്ടംപോലെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നേ. മോൾക്കാണെങ്കിൽ ഇതൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരം ആണെങ്കിലും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അച്ഛനും ഒക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ആയിട്ട് പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങും കേട്ടോ. എന്നിട്ട് എന്തൊക്കെ പിടിച്ചിട്ടുണ്ട്, എന്തിനൊക്കെ പൂ പിടിച്ചു, അതൊക്കെ എന്തൊക്കെ വളർന്നു, അങ്ങനെയൊക്കെ നോക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ മോൾക്ക് ഇതൊക്കെ പറിച്ചെടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ മോളുടെ കൂടെ പോയി നിന്ന് പിന്നെ വഴുതനയൊക്കെ പൂത്ത് നിൽക്കുന്നതൊക്കെ മോളെ ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. എനിക്കും സന്തോഷം, അവൾക്ക് സന്തോഷം. പിന്നെ ഇനി ഉച്ചയൂണിനുള്ള പരിപാടി നോക്കണ്ടേ. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഈ പയറുണ്ടല്ലോ, അതെന്തായാലും പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പയറും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നെ കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ആ മത്തി എടുത്തൊന്ന് പൊള്ളിക്കുകയും ചെയ്ത്. അപ്പം മൂക്കാണെങ്കിൽ ഈ മത്തിക്കറിയും പയറും മെഴുക്ക് പുരട്ടിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നാൽ പിന്നെ അവൾക്ക് കുറച്ച് മത്തി വറുക്കുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്തി വറുത്തതും മത്തിക്കറിയും പയറും മെഴുക്ക് പുരട്ടിയും കൂട്ടിയൊക്കെ ഉച്ചയ്ക്ക് അങ്ങനെ ഊണ് കഴിച്ചു കേട്ടോ. ഊണൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ദേ നമ്മുടെ കുഞ്ഞപ്പനും അമ്മച്ചിയും കൂടെ ഭയങ്കര കളി. അവൻ നോക്കിയ സൈക്കിളിൻ്റെ അപ്പുറത്ത് നിന്ന് കളിക്കുന്നു, അമ്മ അവനെ തോണ്ടി കളിക്കുന്നു. അങ്ങനെ രണ്ടുപേരുടെയും കളിയൊക്കെ കണ്ടു നിന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.